CA results are out, and this time the pass percentages are foundationൽ 19.23 percentage, intermediate group 1ൽ 13.96, group 2ൽ 15.54, and both ഗ്രൂപ്പിൽ 9.39. How are the results? ഓൾ ഇന്ത്യ ലെവലും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പ്യൂർലി ബേസ്ഡ് ഓൺ സ്റ്റുഡൻസിൻ്റെ അടുത്ത് മെസ്സേജസ് വരുന്ന ബേസിസിൽ ഇപ്രാവശ്യത്തെ എക്സാംസിൽ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു. ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യലും പേപ്പേഴ്സ് ടെക്നിക്കൽ ആവുന്ന സിറ്റുവേഷൻസിലും കൺസിഡറിങ് ഓൾ ദോസ് ഒരു മിക്സഡ് ഇമോഷൻസ് ഉള്ള റിസൾട്ടായിരുന്നു. ബിക്കോസ് ഐ ഹാഡ് എ സ്റ്റുഡൻറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബോത്ത് ഗ്രൂപ്പ്, അതും ലോയിൽ 77 മാർക്സ് അടിച്ച സ്റ്റുഡൻറ്റ്, വേറെ സ്റ്റുഡൻറ്റ് ലോയിൽ 72 അടിച്ചത് ഫസ്റ്റ് അറ്റംപ്റ്റ്സ്. അപ്പുറത്തെ സൈഡിൽ ദർ വർ സ്റ്റുഡൻസ് മൾട്ടിപ്പിൾ ടൈംസ് 3 or 4 ടൈംസ് ലോയിൽ ഫെയിലായിട്ട് ഇപ്രാവശ്യം എക്സാംസിന് അടിച്ച ആളുണ്ടായിരുന്നു. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഓൾ ദിസ് ദർ വാസ് എൻ വെരി ഓൾഡ് സ്റ്റുഡൻറ്റ് ഓഫ് മൈൻ, 8ാമത്തെ അറ്റംപ്റ്റിൽ ഇന്ന് പാസ്സായി എന്ന് റിസൾട്ട് അയച്ചെന്നൊരു സ്റ്റുഡൻറ്റ്. എവറിത്തിങ് ഷോസ് ദാറ്റ് നമ്മളെല്ലാവരും ആ ഒരു സക്സസ് ഫാക്ടർ അവിടെ ഉണ്ട്. എല്ലാവരും ടൈം ലൈൻ ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. നമ്മളിത് ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സ് ബിൽഡ് ആവുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പാസ്സായ എല്ലാ സ്റ്റുഡൻസിനും കൺഗ്രാറ്റ്സ്. ഐ എം ഓൾസോ വെരി ഹാപ്പി ഫോർ യു. ആൻഡ് ഈ റിസൾട്ട് ഡേയിൽ പാസ്സായി എന്നുള്ള ആ മാർക്ക് ലിസ്റ്റിലുള്ള നമ്പേഴ്സിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പി എലമെൻ്റ് ആണ് നമ്മൾ പാരൻസിൻ്റെ മുഖത്തുള്ള ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ. ഇറ്റ്സ് ലൈക്ക് വി ആക്ച്വലി ഫീൽ നമ്മൾ എന്തോ ഒരു സംഭവം ലൈഫിൽ അച്ചീവ് ചെയ്തു എന്നുള്ളത്. യു മേഡ് മീ പ്രൗഡ്. ടുഡേസ് യുവർ ഡേ, സെലിബ്രേറ്റ് ഇറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, സക്സസ്ഫുൾ ആകുമ്പോൾ നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡാണ് കൂടേണ്ടത്, നിങ്ങളെ ഈഗോ അല്ല. സോ സ്റ്റേ ഹംബിൾ. റിമെമ്പർ ദർ വർ ഡേയ്സ് നിങ്ങളെ തന്നെ ഡൗട്ട് അടിച്ച ഡേയ്സ് ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഈ എക്സാമിന് കേപ്പബിൾ ആണോ, എക്സാം ക്വിറ്റ് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ച ടൈം ഉണ്ടായിരുന്നു. പ്ലസ് നിങ്ങളെ കൂടെ തന്നെ പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസും ഉണ്ട്. സ്പെയർ സം ടൈം ഫോർ ദം, ഗീവ് സം ഹോപ്പ്, മേക്ക് ഷുവർ നിങ്ങളെ ഈ സക്സസ് അത് അവരെ മോട്ടിവേറ്റ് ചെയ്യാണ് ദാറ്റ് അവർക്കും ഇത് പോസിബിൾ ആവും എന്നുള്ളത്. സ്പെൻഡ് സം ടൈം ഫോർ ദം. ആൻഡ് ടു ദോസ് ഹു കുഡൻറ്റ് ക്ലിയർ, ഡോണ്ട് ലൂസ് ഹോപ്പ്, ഡോണ്ട് ലൂസ് കോൺഫിഡൻസ്. ഇഫ് അറ്റ് ഓൾ നിങ്ങൾ പാരൻസ് സാഡ് ആണെങ്കിൽ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ദേ ആർ നോട്ട് സാഡ് ബിക്കോസ് ഓഫ് യുവർ റിസൾട്ട്. ദേ ആർ സാഡ് ബിക്കോസ് നിങ്ങളെ വിഷമം കാണുമ്പോഴാണ് അവർക്ക് കൂടുതൽ സങ്കടമാവുക. ലൈക്ക് നിങ്ങൾ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്. ബിക്കോസ് ദേ ഹാവ് സീൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതും ഈ സ്റ്റേജസിലൂടെ എല്ലാം പോയിട്ടും ഇത്ര എഫേർട്ട് ഇട്ടിട്ടും. ആൻഡ് ഇഫ് യു ആർ ഇൻ സച്ച് എ സിറ്റുവേഷൻ വേർ ബൈ നിങ്ങളെ തന്നെ സെൽഫ് വർത്തിന് ഡൗട്ട് അടിക്കുകയാണ്, ക്വസ്റ്റ്യൻ ചെയ്യാണ്, ദാറ്റ്സ് വാട്ട് മേക്സ് ദം ഈവൻ മോർ അപ്സെറ്റ്. സോ ഡോണ്ട് ലൂസ് കോൺഫിഡൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സംതിങ് വെരി ക്ലിയർലി. സി ഒരു പ്രൊഫഷണൽ എക്സാമാണ്. ദിസ് ഇസ് നോട്ട് എ സ്കൂൾ എക്സാം വേർ ബൈ 90% അബവ് സ്റ്റുഡൻസ് പാസ്സാവും, അല്ല. ആൻഡ് ഇവിടെ അവർ നിങ്ങളെ നോളജ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ അവർ നിങ്ങളെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യും, നിങ്ങളെ മെൻറ്റൽ സ്റ്റെബിലിറ്റി, പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള നിങ്ങളെ കപ്പാസിറ്റി, കൺസിസ്റ്റൻസി, ഓൾ ദീസ് ഫാക്ടേഴ്സ് ആർ ബീയിങ് പുട്ട് അണ്ടർ ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് അഡ്മയർ ചെയ്യണ പല ചാർട്ടേഡ് അക്കൗണ്ടൻസും അവരെ പാസ്റ്റ് സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോയിട്ടുണ്ട്, പലപ്പോഴും പല ഫെയിലിയേഴ്സൊന്നും പോയിട്ടുണ്ട്. നിങ്ങൾ ഫെയിലായി, ദാറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾ ഇൻ്റലിജൻ്റ് അല്ല, അതുകൊണ്ടാണ് ഫെയിലായത്. നോ, നിങ്ങൾ ഫെയിലായി ബിക്കോസ് യു ആർ അറ്റൻഡിങ് സംതിങ് വിച്ച് ഇസ് ഡിഫിക്കൾട്ട്, ആൻഡ് ഡിഫിക്കൾട്ട് തിങ്സ് ടേക്സ് ടൈം. സോ നിങ്ങൾ റിസൾട്ട് എടുക്കുക, ഗിവ് എ വെരി ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ്, ആൻഡ് ദെൻ വി ആർ സ്റ്റാർട്ടിങ് ടുഡേ. സ്റ്റാർട്ടിങ് വിത്ത് വി നീഡ് ടു അസസ് എവിടേക്കാണ് പ്രശ്നം പറ്റിയത്. യെസ്, നിങ്ങളൊരു പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ബട്ട് വാട്ട് ഇഫ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത ഡയറക്ഷൻ തന്നെ തെറ്റായിരുന്നു? നമുക്കത് റീഡയറക്റ്റ് ചെയ്യാനുണ്ട്. വി നീഡ് ടു ചെക്ക് നിങ്ങൾ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരുന്നോ എന്നുള്ളത്, നിങ്ങൾ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തിരുന്നോ, ഓർ നിങ്ങൾ പ്രസൻറ്റ് ചെയ്തത് എക്സാമിനർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലാംഗ്വേജിൽ തന്നെയാണ് പ്രസൻറ്റ് ചെയ്തത്, എവിടെയാണ് പ്രശ്നം വന്നതെന്നുള്ളത്. ആൻഡ് ഇഫ് ദർ ആർ കേസസ് വേർ ബൈ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത മാർക്സിനേക്കാളും വളരെ കുറവ് മാർക്സാണ് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ കിട്ടിയതെങ്കിൽ, നോ സെക്കൻഡ് തോട്ട്, ഡയറക്റ്റ്ലി വെരിഫിക്കേഷന് കൊടുക്കുക, അല്ലെങ്കിൽ സർട്ടിഫൈഡ് കോപ്പീസിന് കൊടുക്കുക. ദർ ആർ കേസസ് വേർ മാർക്സ്, ഒരുപാട് കേസസ് ഉണ്ട് വേർ ബൈ മാർക്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇനി അടുത്ത കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അതിന് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യുക എന്നൊക്കെ കരുതിയോ. പ്രിപ്പറേഷൻസ് ഷുഡ് മൂവ് ഓൺ. ആൻഡ് വൺസ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്താൽ ആ ഇഷ്യൂ എവിടെ എന്നുള്ളത്, പിന്നെ നമ്മൾ പഴയ സ്ട്രാറ്റജി അല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓർ ജസ്റ്റ് നമ്മൾ സ്റ്റഡി ആസ് ടൈം ജസ്റ്റ് ബ്ലൈൻഡ്ലി ഇൻക്രീസ് ചെയ്യല്ല വേണ്ടത്. കംപ്ലീറ്റ്ലി വി നീഡ് ടു റീസ്ട്രക്ചർ നമ്മളെ പ്രിപ്പറേഷൻ പാറ്റേൺ, റിവിഷൻ പാറ്റേൺ, എക്സാം പ്രസൻറ്റേഷൻ. അതൊക്കെ എങ്ങനെ ചെയ്യാം? സിറ്റ് വിത്ത് പീപ്പിൾ ഹു ഹാവ് സീൻ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ്. ഒരു പക്ഷേ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്ത പേപ്പേഴ്സ് കണ്ട ആൾക്കാർ, ഫാക്കൽറ്റികളാവാം, മെൻറ്റേഴ്സ് ആവാം, നിങ്ങളെ ഫ്രണ്ട്സ് ആവാം. സീക്ക് ദ ഹെൽപ്പ് ഇൻ റീസ്ട്രക്ചറിങ് യുവർ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ആൻഡ്
ഇഫ് യു നീഡ് സം ഗൈഡൻസ് ഐ വുഡ് ഡെഫിനറ്റ്ലി ബി ഹിയർ. ജസ്റ്റ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള എയിമല്ല ഇപ്പോൾ എൻ്റെ ഉള്ളത്. നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെ കം ബാക്ക്, ബൗൺസ് ബാക്ക്, നമ്മൾ അടുത്തൊരു അറ്റംപ്റ്റിലേക്ക് ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. ഫോർ ദാറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് അവർ വർക്ക് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. മേക്ക് ഷുവർ ഇഫ് യു ഹാവൻ ഫോളോഡ് മൈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യെറ്റ്, ഫോളോ ചെയ്യുക. ഇഫ് യു ആർ നോട്ട് ദെയർ ഇൻ എ കമ്മ്യൂണിറ്റി, ലീവ് മി എ വാട്സ്ആപ്പ് മെസ്സേജ് സോ ദാറ്റ് യു ഡോണ്ട് മിസ് ദി അപ്ഡേറ്റ്സ്. നമ്മൾ ഇന്ന് തൊട്ട് ഐ ഹാവ് സർട്ടൻ എ കപ്പിൾ ഓഫ് പ്ലാൻ കാര്യങ്ങളൊക്കെ പൈപ്പ് ലൈനിലുണ്ട്. നമ്മൾ ഓരോന്ന് 1 by 1 ഇന്ന് മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാവും. വിൽ മേക്ക് ഷുവർ ഇൻഷാ അല്ലാഹ് മെയ് അറ്റംപ്റ്റ് നമ്മൾ പാസ്സാവാൻ പോകണം.